വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ വെരിക്കോസ് അൾസർ മുതലായ കണ്ടീഷനിൽ ലീച്ച് തെറാപ്പിയുടെ ഒരു പ്രയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിൽ പലർക്കും അറിയാൻ പറ്റുന്ന കാര്യമായിരിക്കും ഈ കുളയട്ട കൊണ്ടുള്ള ആയുർവേദ ചികിത്സ. ഈ ലീച്ചിന്റെ സലൈവയിൽ ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ വ്രണത്തിലേക്കുള്ള ആ വ്രണത്തിന്റെ ഭാഗത്ത് നമ്മൾ ലീച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള ബ്ലഡ് സക്ക് ചെയ്തെടുക്കും. അതേ സമയത്ത് അതിന്റെ ഈ സലൈവയിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ഈ ഒരു വൂണ്ടിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഈ ഒരു വ്രണത്തിന്റെ ഭാഗത്തേക്ക് കൂടുതൽ ഓക്സിജൻ സപ്ലൈ കിട്ടാനൊക്കെ സഹായിക്കുന്നത് കൊണ്ടാണ് ആ ഒരു വ്രണം പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നത്. പിന്നെ അവിടെയുള്ള വേദന കുറയാനും ചൊറിച്ചിൽ കുറയാനൊക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ ആ ഒരു ഭാഗത്തുള്ള നിറവ്യത്യാസം ഒക്കെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു കാണാറാണ് ഈ ഒരു ലീച്ച് തെറാപ്പിയുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വെരിക്കോസ് അൾസർ കേസിൽ 2 അട്ടേനെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അട്ട ഏകദേശം ഒരു 1.5 മണിക്കൂറിന് ശേഷം നോക്കുക, അത് നന്നായി വീർത്തിരിക്കുന്നതാണ്. ആ ഭാഗത്തുള്ള മാക്സിമം അതിന് കുടിക്കാൻ പറ്റുന്ന അത്രയും ബ്ലഡ് അത് വലിച്ചിരിച്ച് തനിയെ തന്നെ മുറിവായുന്നത് വിടും. അപ്പോൾ നമ്മൾ ആ അട്ടേനെ ഒരു പാത്രത്തിലാക്കി എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, അതിൻ്റെ വായ ഭാഗത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് അതിനെ ഛർദ്ദിപ്പിച്ച് കളയണം. ഇല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അട്ട ചത്തുപോകും. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഛർദ്ദിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ശുദ്ധജലത്തിൽ അതിനെ ഇട്ട് വെക്കുക. ആ പേഷ്യൻറ്റിന് തന്നെ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ നമുക്കത് വീണ്ടും ഈ അട്ടേനെ ഉപയോഗിക്കാൻ പറ്റും.